പരുന്ത് മറ്റു പക്ഷികളെക്കാൾ വളരെ ഉയരത്തിലൂടെയാണ് പറക്കുന്നത്. നമുക്കറിയാലോ, കാർമേഘം വർഷിച്ചാണ് മഴയുണ്ടാവുക. ഇങ്ങനെ മഴത്തുള്ളികൾ ഈ പരുന്തിൻ്റെ ചിറകിൽ വീഴുന്നത് ഭയങ്കര ഇറിറ്റേഷനാണ് ഈ പക്ഷിക്ക്. ഭയങ്കരമായിട്ടത് ശബ്ദമുണ്ടാക്കും. അതുകൊണ്ട് ഈ പരുന്ത് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമുക്കറിയാലോ, ഈ മേഘത്തിന് മുകളിലൂടെ അങ്ങ് പറന്നു എന്ന് വിചാരിക്കുക, പിന്നെ മഴത്തുള്ളികൾ വർഷിക്കില്ല. അതുകൊണ്ട് ഈ പരുന്ത് ഇങ്ങനെ കാർമേഘം വർഷിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ മേഘത്തിന് മുകളിലൂടെ പറക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഇത് അതിജീവനം, ഇത് അതിജീവിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഇതിനുള്ള രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് ഈ പരുന്ത് വലിയ മരത്തിൽ കൂടുകെട്ടി ജീവിക്കുന്ന ഒരു പക്ഷിയാണ്. ഈ പക്ഷി നമുക്കറിയാലോ, ശക്തിയേറിയ കാറ്റ് ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക. പ്രത്യേകിച്ച് ഫ്ലോറിഡ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ശക്തിയേറിയ കാറ്റ്, ഹരിക്കെയിൻസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ പക്ഷിക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, കൊടുങ്കാറ്റുണ്ടാകുന്ന സമയത്ത് ഈ പക്ഷി എന്ത് ചെയ്യുന്നറിയാമോ? അതിനറിയാം. അതായത് ഇങ്ങനെ മറുതലിച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ല, വെറുതെ ഊർജം പാഴാക്കി കളയാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ശക്തിയേറിയ കാറ്റുണ്ടാകുന്ന സമയത്ത് ഇതിങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ചിറക് പിടിച്ചിങ്ങനെ ഇങ്ങനെ പതുക്കെ ബാലൻസ് ചെയ്ത് ഇങ്ങനെ അങ്ങ് നിൽക്കും. പിന്നെ ഈ കാറ്റിൻ്റെ ദിശ ആ ദിശയിലേക്കാണെങ്കിൽ കാറ്റ് ഇതിനെ ആ ദിശയിലേക്ക് പകർത്തിക്കൊണ്ട് പോകും. ഇനി മറുദിശയിലേക്കാണെങ്കിൽ കാറ്റ് ആ ദിശയിലേക്ക് ഈ പരുന്തിനെ പറത്തിക്കൊണ്ട് പോകും. ചിലപ്പോൾ കാറ്റിൻ്റെ വേഗതയനുസരിച്ച് 6, 7, 10 കിലോമീറ്റർ വരെ ഈ പരുന്തിനെ ഇങ്ങനെ പകർത്തിക്കൊണ്ട് പോകും. പരുന്തിങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നതേ ഉള്ളൂ, അത് വേറെ എഫേർട്ടൊന്നും ചെയ്യുന്നില്ല. ഇനി കാറ്റ് ശാന്തമായി കഴിയുമ്പം അതെത്തിയ സ്ഥലത്ത് പതുക്കെ 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 അത് താഴ്ന്ന് പറന്നിറങ്ങി അവിടെയുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു 4-5 ദിവസം അവിടെ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. കൊടുങ്കാറ്റ് ശാന്തമായി കഴിയുമ്പം അതിനറിയാം അതിൻ്റെ കൂടെ എവിടെയാണെന്ന്. അതങ്ങനെ തിരിച്ചു പറക്കുവാനായിട്ട് ശ്രമിക്കുന്നു. 10 കിലോമീറ്ററൊക്കെ തിരിച്ചു പറക്കുക, അല്ലെങ്കിൽ 30 കിലോമീറ്റർ തിരിച്ചു പറക്കുക ഈ പരുന്തിനൊന്നുമല്ല. ഇതങ്ങനെ തിരിച്ചു പറന്ന് തൻ്റെ പഴയ സ്ഥാനത്തെത്തി അവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പരുന്തിൻ്റെ പ്രത്യേകത കണ്ടോ? ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പം നേരിടുന്നത് എങ്ങനെയാണ്? അത് കാർമേഘത്തിന് മുകളിലൂടെ പറന്നു, കാറ്റിൻ്റെ സമയത്ത് സ്വയം വിട്ടുകൊടുത്തു, പക്ഷേ തിരിച്ചു പറന്നെത്തി ശാന്തമായി. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ തകർച്ചകളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒരേ ആംഗിളിൽ ചിന്തിക്കുവാൻ ശ്രമിക്കുന്നു. ഒരേ ആംഗിളിൽ ചിന്തിക്കുവാൻ ശ്രമിച്ചാൽ അവിടെയാണ് വേദനയും ദുഃഖവും കൂടുന്നത്.